പുതിയ തോൽക്കുടം പുതിയ വീഞ്ഞാക്കി മാറ്റണേ. ആ പുതിയ വീഞ്ഞ് ഞങ്ങളിൽ നൽകണമേ. ജ്ഞാനം അക്ഷയനിധിയാണ്. അത് സിദ്ധിച്ചവർ ദൈവത്തിൻ്റെ സൗഹൃദം നേടുന്നു. അവളുടെ പ്രബോധനം അതിനെ അവരെ യോഗ്യരാക്കുന്നു. അവളുടെ പ്രബോധനം. ഓ ജ്ഞാനമേ, പ്രബോധനത്തെ സ്നേഹിക്കുന്നവരാക്കി മാറ്റണേ. ഓ ജ്ഞാനമേ, പ്രബോധനത്തിൽ ഞങ്ങളുടെ സ്വന്തം പ്രബോധനമല്ല. ഈശോ പറഞ്ഞു, എൻ്റെ പ്രബോധനം എൻ്റേതല്ല, എന്നെ അയച്ചവൻ്റേതത്രേ. ഈശോ തന്നെ പറയുകയാണ്, എൻ്റെ പ്രബോധനം എൻ്റേതല്ല. ഓ ദൈവമേ, ഞങ്ങളുടെ സ്വന്തം പ്രബോധനങ്ങളെല്ലാം മാറ്റിവെച്ചുകൊണ്ട് ദൈവിക ജ്ഞാനത്തിൻ്റെ പ്രബോധകരാക്കി മാറ്റണമേ. വിവേകത്തോടെ സംസാരിക്കാനും ദൈവിക ദാനങ്ങൾക്കനുസരിച്ച് ചിന്തിക്കുന്നവരാക്കി ഞങ്ങളുടെ ഓരോ ശുശ്രൂഷകളിലും ഞങ്ങൾ ദൈവത്തിൻ്റെ ശാഖകളാണ്. ദൈവത്തിൻ്റെ ശാഖകളാണ്. ദൈവത്തിൻ്റെ മനസ്സാണ് ഞങ്ങൾ. ദൈവത്തിൻ്റെ ചിന്തയാണ് ഞങ്ങൾ. മറ്റുള്ളവരിലേക്ക്, ഈ ലോകത്തിലേക്ക് ഞങ്ങൾ പകരേണ്ടത് ദൈവത്തിൻ്റെ ജ്ഞാനമാണ്. ജ്ഞാനത്തിൻ്റെ പുസ്തകം 7-ാം അധ്യായത്തിൽ 22-ഉം 23-ഉം വചനം നമുക്ക് കേൾക്കാം. സകലതും രൂപപ്പെടുത്തുന്ന ജ്ഞാനമാണ് എന്നെ അഭ്യസിപ്പിച്ചത്. സകലതും രൂപപ്പെടുത്തുന്ന ജ്ഞാനം, സകലതും രൂപപ്പെടുത്തുന്ന ജ്ഞാനമാണ് എന്നെ അഭ്യസിപ്പിച്ചത്. അവളുടെ ചൈതന്യം വിവേകമുള്ളതും വിശുദ്ധവും അതുല്യവും ബഹുമുഖവും സൂക്ഷ്മവും ചലനാത്മകവും സ്പഷ്ടവും നിർമ്മലവും വ്യതിരിക്തവും ക്ഷതമേൽപ്പിക്കാനാവാത്തതും നന്മയെ സ്നേഹിക്കുന്നതും തീക്ഷ്ണവും അപ്രതിരോധ്യവും ഉപകാരപ്രദവും ആർദ്രവും സ്ഥിരവും ഭദ്രവും ഉത്കണ്ഠയിൽ നിന്ന് മുക്തവും സർവശക്തവും സകലത്തെയും നിയന്ത്രിക്കുന്നതും ബുദ്ധിയും നൈർമല്യവും സൂക്ഷ്മതയുമുള്ള ചേതനകളിലേക്ക് ചുഴിഞ്ഞിറങ്ങുന്നതുമാണ്. ഇന്നലെ നമ്മൾ കൊരിന്ത്യോസുകാരുടെ ലേഖനത്തിലെ 16 കാര്യങ്ങൾ മനസ്സിലാക്കി. ഇവിടെ ഈ ഒറ്റ വചനത്തിൽ 21 കാര്യങ്ങളാണ്. 21 പ്രോപ്പർട്ടീസ് ഓഫ് വിസ്ഡം. നമ്മളൊന്നുകൂടി ശ്രദ്ധയോടെ അത് പഠിക്കണം. വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയുടെ പ്രബോധനത്തിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ഇതാണ്: 7x3, 3 ഗുണം 7, 21 കാര്യങ്ങളാണ്. ജ്ഞാനമാണ് പരിശുദ്ധാത്മാവ് നൽകുന്ന ഏറ്റവും വലിയ ദാനം. ജ്ഞാനസ്നാനത്തിലൂടെയും സ്ഥൈര്യലേപനത്തിലൂടെയും വിശുദ്ധ കുർബാനയിലൂടെയും ഇത് നമ്മളിൽ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ട്. ഇതാ ബോർഡിൽ കാണാം. ബൈബിളില്ലാത്തവർ നോക്കുക.
മോണിറ്ററിൽ കാണാം 7:22-23 21 കാര്യങ്ങളുണ്ട്. നമ്മൾ ഇന്നലെ ചെയ്ത പോലെ നിങ്ങളുടെ നോട്ട് പുസ്തകത്തിൽ നമ്പറിട്ട് ഓരോന്നും എഴുതിയിട്ട് മാർക്കിടുക. ഇതിൽ നമ്മൾ എവിടെയാണ് നിൽക്കുന്നതെന്നും നമ്മളിൽ ഈ ജ്ഞാനം ദൈവം തരാൻ ആഗ്രഹിക്കുന്നു. നമ്മൾ വിവേകമുള്ളവരും നമ്മൾ ശുശ്രൂഷകരാണ്. നമ്മൾ ദൈവത്തിൻ്റെ വാത്സല്യഭാചനങ്ങളാണ്. ദൈവം നമ്മൾക്കെല്ലാം തരുന്നുണ്ട്. അതെല്ലാം മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടാണ് തരുന്നത്. ദൈവത്തിൻ്റെ ആഗ്രഹം ഭൂമി മുഴുവനും ദൈവത്തിൻ്റെ ജ്ഞാനം കൊണ്ട് നിറയണമെന്നതാണ്. അതിനുള്ള ഉപകരണങ്ങളാണ് നമ്മൾ. നമ്മുടെ ശുശ്രൂഷയിലൂടെ ഈ ലോകം മുഴുവനും മാറ്റി ദൈവമാക്കി മാറ്റണം. ഈ ലോകത്തെ മുഴുവനും ദൈവിക ജ്ഞാനം കൊണ്ട് നിറയ്ക്കണം. യെശയ്യായിൽ പറഞ്ഞിരിക്കുന്ന പ്രവചനം പൂർത്തിയാകണം. സമുദ്രം ജലം കൊണ്ടെന്ന പോലെ ഭൂമി കർത്താവിനെ കുറിച്ചുള്ള ജ്ഞാനം കൊണ്ട് നിറയും. ഇത് പൂർത്തിയാകും. അതിനുള്ള ഉപകരണങ്ങളാണ് നമ്മൾ. നമ്മുടെ മാനുഷിക ജ്ഞാനമല്ല നമ്മുടെ ശുശ്രൂഷയിൽ ഉപയോഗിക്കേണ്ടത്. ദൈവിക ജ്ഞാനം, ദൈവദാനങ്ങൾക്കൊത്ത വിധം സംസാരിക്കാനും ദൈവദാനങ്ങൾക്കൊത്ത വിധം ചിന്തിക്കാനും വിവേകത്തോടെ സംസാരിക്കാനും ദൈവത്തിൻ്റെ സുഹൃത്തുക്കളായി ശുശ്രൂഷ ചെയ്യുന്നു. ജ്ഞാനം സിദ്ധിച്ചവർ ദൈവത്തിൻ്റെ സൗഹൃദം നേടുന്നു. ഈ വചനത്തിൽ നമുക്ക് ഓരോന്നോരോന്നായി നോക്കാം. ആദ്യം അവളുടെ ചൈതന്യം 7:22-23 സകലതും രൂപപ്പെടുത്തുന്ന ജ്ഞാനമാണ് എന്നെ അഭ്യസിപ്പിച്ചത്. അതാണ് നമ്മുടെ രൂപപ്പെടുത്തലുകളല്ല, ജ്ഞാനമാണ് എല്ലാത്തിനെയും രൂപപ്പെടുത്തുന്നത്. സകലതും രൂപപ്പെടുത്തുന്ന ജ്ഞാനം, സമ്പൂർണ്ണ ജ്ഞാനത്താൽ സൃഷ്ടിയുടെ പ്രതിച്ഛായയിൽ രൂപപ്പെട്ടിട്ടുള്ള പുതിയ മനുഷ്യൻ. ജ്ഞാനമാണ് നമ്മുടെ ആന്തരിക മനുഷ്യനെ പോലും രൂപപ്പെടുത്തുന്നത്. ദൈവിക ജ്ഞാനമാണ് ഈ സൃഷ്ടി പ്രപഞ്ചത്തെ മുഴുവനും സൃഷ്ടിച്ച് മനോഹരമാക്കിയത്. ദൈവിക ജ്ഞാനമാണ് ചീഞ്ഞ ലാസറിനെ ഉയർപ്പിച്ചത്. ദൈവിക ജ്ഞാനമാണ് മോശയെ മരുഭൂമിയിലൂടെ നയിച്ച് ആ പർവ്വതത്തിൻ്റെ മുകളിൽ കൊണ്ടുപോയി ആ മുൾപടർപ്പിൻ്റെ മുൻപിൽ നിർത്തി സംസാരിച്ചത്. ദൈവിക ജ്ഞാനമാണ് മോശയെ ചെങ്കടൽ കടത്തി ദൈവജനത്തെ നയിപ്പിച്ചത്. ദൈവിക ജ്ഞാനമാണ് യേശുവിൽ കുഞ്ഞുനാൾ മുതൽ നിറഞ്ഞ് ദൈവരാജ്യത്തിൻ്റെ രഹസ്യങ്ങൾ പ്രഘോഷിച്ചത്. അവൻ ഉപമകളിലൂടെ പ്രഘോഷിച്ചപ്പോൾ എല്ലാവരും അത്ഭുതപ്പെട്ടു. സകലതും രൂപപ്പെടുത്തുന്ന ജ്ഞാനമാണ് എന്നെ അഭ്യസിച്ചത്. ഇനി പോയിന്റ് 1, അവളുടെ ചൈതന്യം വിവേകമുള്ളതും വിശുദ്ധവും അതുല്യവും. 3, 4 ബഹുമുഖവും. ഒരു കാര്യമല്ല, പല കാര്യങ്ങൾ ഒരേ സമയത്ത് ചെയ്യാൻ പറ്റുമെന്നാണ് പറയുന്നത്. സൂക്ഷ്മവും. 5 സൂക്ഷ്മമായ, എല്ലാം സൂക്ഷ്മമായി ചെയ്യാൻ പറ്റണം. ജ്ഞാനം കിട്ടിയാൽ പറ്റും. 6 ചലനാത്മകവും. അതൊരു ഡെഡ് അവസ്ഥയല്ല, ഒരു മരിച്ച അവസ്ഥയല്ല. ഇറ്റ്സ് എ ഡൈനാമിക് പവർ. 7 സ്പഷ്ടം. 8 നിർമ്മലവും. 9 വ്യതിരിക്തവും.
10 ക്ഷതമേൽപ്പിക്കാനാവാത്തതും. നമ്മളെന്തെങ്കിലും ചെറിയ കാര്യങ്ങൾ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ ഉടനെ മുറിവായി. പക്ഷെ ജ്ഞാനം നിറഞ്ഞു കഴിഞ്ഞാൽ ആരെന്ത് പറഞ്ഞാലും ഒരു ക്ഷതമേൽക്കലുണ്ടാവില്ല. പതിനൊന്ന് ക്ഷതമേൽപ്പിക്കാനാവാത്തതും. 12 നന്മയെ സ്നേഹിക്കുന്നത്. 12 13 തീഷ്ണവും. തീഷ്ണർ ആണ് നമ്മൾ. 14 അപ്രതിരോധ്യവും. അപ്രതിരോധ്യവും. 15 ഉപകാരപ്രദവും. 16 ആർദ്രവും. 17 സ്ഥിരവും. 18 ഭദ്രവും. 19 ഉത്കണ്ഠയിൽ നിന്ന് മുക്തവും. 20 സർവശക്തവും. 21 സകലത്തെയും നിയന്ത്രിക്കുന്നതും ബുദ്ധിയും നൈർമല്യവും സൂക്ഷ്മതയുമുള്ള ചേതനകളിലേക്ക് ചൂഴ്ന്നിറങ്ങുന്നതുമാണ്. ഈ ഒറ്റ വചനത്തിൽ 7:23 21 പ്രോപ്പർട്ടീസാണുള്ളത്. ഇത് നമുക്ക് യേശുക്രിസ്തുവിലൂടെ ലഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇത് നമുക്ക് പരിശുദ്ധാത്മാവിലൂടെ ലഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. തുടർന്ന് ബാക്കി ഭാഗം നമുക്ക് വായിക്കാം. 7:24 എല്ലാ ചലനങ്ങളെയും കാൾ ചലനാത്മകമാണ് ജ്ഞാനം. എല്ലാ ചലനങ്ങളെയും കാൾ ചലനാത്മകമാണ് ജ്ഞാനം. അവൾ തൻ്റെ നിർമ്മലതയാൽ എല്ലാറ്റിലും വ്യാപിക്കുന്നു, ചൂഴ്ന്നിറങ്ങുന്നു. ഓ ജ്ഞാനമേ, ജ്ഞാനസ്നാനത്തിലൂടെ എന്നിൽ നൽകപ്പെട്ടിരിക്കുന്ന ഈ ജ്ഞാനമേ എന്നിൽ തുറക്കണമേ. എല്ലാ ചലനങ്ങളെയും കാൾ ചലനാത്മകമാണ് ജ്ഞാനം. അവൾ തൻ്റെ നിർമ്മലതയാൽ എല്ലാറ്റിലും വ്യാപിക്കുന്നു. എല്ലാ ആത്മാക്കളിലും, ഈ ലോകത്തിലുള്ള എല്ലാ ആത്മാക്കളിലും ഈ നിമിഷത്തിൽ ഈ ജ്ഞാനത്തിന് വ്യാപിക്കാൻ കഴിയും. ഹൈന്ദവനെന്നോ മുസ്ലിമെന്നോ IS കാരനെന്നോ ഒരു വ്യത്യാസമില്ല. അവരെത്ര വലിയ ഭീകരരായാലും ജ്ഞാനത്തിന് അവരിൽ തുളച്ച് കയറാൻ പറ്റും. വിശ്വസിക്കുക. ആ ജ്ഞാനമാണ് അവരെ രൂപാന്തരപ്പെടുത്തേണ്ടത്. എല്ലാ ചലനങ്ങളെയും ചലനാത്മകമാണ് ജ്ഞാനം. ഈ നിമിഷത്തിൽ ലോകത്തിൻ്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ ഒറ്റ നിമിഷത്തിൽ പ്രവർത്തിക്കാൻ കഴിയുന്നതാണ് ജ്ഞാനം. 7:25 അവൾ ദൈവശക്തിയുടെ ശ്വാസവും. ദൈവശക്തിയുടെ ശ്വാസവും. എല്ലാവരും കരമുയർത്തി ഒന്ന് ഏറ്റു പറഞ്ഞേ. അവൾ ദൈവശക്തിയുടെ ശ്വാസവും സർവശക്തന്റെ മഹത്വത്തിന്റെ ശുദ്ധമായ നിസ്സരണവുമാണ്. മലിനമായ ഒന്നിനും അവളിൽ പ്രവേശനമില്ല. ആ ജ്ഞാനം നമ്മളിൽ നിറഞ്ഞു കഴിയുമ്പോൾ ആ ജ്ഞാനം നമ്മളെ വിശുദ്ധിയിൽ നിലനിർത്തുന്നു. അതാണ് ജ്ഞാനം 5:19 പറയുന്നത്. വിശുദ്ധിയെ അജയ്യമായ പരിചയാക്കും. അജയ്യമായ പരിചയാണ് വിശുദ്ധിയെ. അജയ്യമായ ജ്ഞാനം നമ്മളിൽ നിറഞ്ഞു കഴിയുമ്പോൾ നമ്മൾ വിശുദ്ധീകരിക്കപ്പെടുന്നു. ഒരു മലിനതയും നമ്മളിൽ കയറാൻ ജ്ഞാനം അനുവദിക്കില്ല. ഒരു മലിനതയും. 7:25 വരാം.
അവൾ ദൈവശക്തിയുടെ ശ്വാസവും സർവശക്തന്റെ മഹത്വത്തിന്റെ ശുദ്ധമായ നിസ്സരണവുമാണ്. മലിനമായ ഒന്നിനും അവളിൽ പ്രവേശനമില്ല. ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവേ, ഇപ്പൊ നമ്മൾ കേട്ട ആ 21 കാര്യങ്ങളും അതിനു പുറമെ ഈ ദൈവശക്തിയുടെ ശ്വാസമായ ജ്ഞാനം ഞങ്ങളിൽ തുറക്കണമേ. ശല ഹലബല ഹലബല ഹല്ലബ 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 ഹല്ലബ. ഓ പരിശുദ്ധാത്മാവേ, ഞങ്ങളിൽ തുറക്കണമേ, ഞങ്ങളിൽ അഭിഷേകമാക്കണമേ. ഇന്ന് ദൈവിക രഹസ്യങ്ങൾ പഠിക്കാൻ പോകുന്ന ദിവസമാണിന്ന്. ദൈവിക രഹസ്യങ്ങൾ ഞങ്ങൾ പഠിക്കണം. ദൈവിക രഹസ്യങ്ങളിലേക്ക് ഞങ്ങൾക്ക് പ്രവേശിക്കാൻ, ദൈവരാജ്യത്തിൻ്റെ രഹസ്യങ്ങൾ ഞങ്ങൾ പഠിക്കാൻ പോകുമ്പോൾ, ദൈവമേ, ദൈവശക്തിയുടെ ശ്വാസമായ ജ്ഞാനമേ, സർവശക്തൻ്റെ മഹത്വത്തിൻ്റെ ശുദ്ധമായ നിസ്സരണമായ ജ്ഞാനമേ, ദാഹിക്കുക ദാഹിക്കുക ദാഹിക്കുക. തുടർന്ന് വായിക്കാം. 7, 27, 28, 29, 30 വരാം. 26 നിത്യ തേജസ്സിന്റെ പ്രതിഫലനമാണവൾ. നിത്യ തേജസ്. ഈ ഭൂമിയിലുള്ള ഒന്നും ഒരു തേജസ്സേ അല്ല. നിത്യ തേജസ്, സ്വർഗീയമായ തേജസ്, ദൈവത്തിൻ്റെ പ്രവർത്തനങ്ങളുടെ നിർമ്മല ദർപ്പണം, അവിടുത്തെ നന്മയുടെ പ്രതിരൂപം. ഓ ദൈവമേ, ആ ജ്ഞാനം ഞങ്ങളിൽ തുറക്കണമേ. ജ്ഞാനസ്നാനത്തിലൂടെ ഞങ്ങളിലേക്ക് യേശുവിൻ്റെ പ്രകാശം പരന്നു. ആ മെഴുകുതിരി നമ്മൾ കണ്ടല്ലോ. ഇനി നീ ലോകത്തിൻ്റെ പ്രകാശമാണ്. ആ പ്രകാശത്തിൻ്റെ അന്തസത്ത എന്താണ്? നിത്യ തേജസ്സിൻ്റെ പ്രതിഫലനമാണ് അവൾ. ദൈവത്തിൻ്റെ പ്രവർത്തനങ്ങളുടെ നിർമ്മല ദർപ്പണം, അവിടുത്തെ നന്മയുടെ പ്രതിരൂപം. ഓ പരിശുദ്ധാത്മാവേ, ശുശ്രൂഷകരായ ഞങ്ങൾക്ക് ഇതങ്ങ് വാരിക്കോരി തന്നുകൊണ്ട്, ഞങ്ങൾ ഓരോരുത്തരെയും അങ്ങയുടെ ശാഖകളാക്കിക്കൊണ്ട്, അങ്ങയെപ്പോലെ തന്നെ ആക്കിക്കൊണ്ട്, മറ്റൊരു ക്രിസ്തു ആക്കിക്കൊണ്ട്, ഈ ലോകത്തെ ഞങ്ങളുടെ അടുത്ത് വരുന്നവരെല്ലാവരിലേക്കും ഈ നന്മ, ഈ ജ്ഞാനം പ്രസരിക്കുന്നതിനാണല്ലോ ഞങ്ങളെ വിളിച്ചിരിക്കുന്നത്. ഓ, ഞങ്ങളുടെ വിളിയുടെ ആന്തരിക അർത്ഥവും വ്യാപ്തിയും ഉത്തരവാദിത്വവും ഞങ്ങൾ മനസ്സിലാക്കുന്നു. ലവ് ആൻഡ് റെസ്പോൺസിബിലിറ്റി, ഞങ്ങളുടെ റെസ്പോൺസിബിലിറ്റി ദൈവിക ജ്ഞാനത്തിലൂടെ നിത്യ തേജസ്സിൻ്റെ പ്രസരണമാണ്. സ്തുതിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവേ, നിത്യ തേജസ്സിൻ്റെ പ്രതിഫലനമാണവൾ. ദൈവത്തിൻ്റെ പ്രവർത്തനങ്ങളുടെ നിർമ്മല ദർപ്പണം, അവിടുത്തെ നന്മയുടെ പ്രതിരൂപം. ഹലബല 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 ഏകയെങ്കിലും സകലതും അവൾക്ക് സാധ്യമാണ്. 7:27 ഏകയെങ്കിലും സകലതും അവൾക്ക് സാധ്യമാണ്. എല്ലാവരും ഏറ്റു പറഞ്ഞുകൊണ്ട്, ഏകയെങ്കിലും സകലതും അവൾക്ക് സാധ്യമാണ്. മാറ്റത്തിന് അധീനയാകാതെ അവൾ സർവവും നവീകരിക്കുന്നു. ഓരോ തലമുറയിലുമുള്ള വിശുദ്ധ ചേതനകളിൽ പ്രവേശിക്കുന്നു. അവരെ ദൈവമിത്രങ്ങളും പ്രവാചകരുമാക്കുന്നു. ദൈവമിത്രങ്ങൾ രണ്ടാമത്തെ പ്രാവശ്യമാണ് ഈ അധ്യായത്തിൽ പറയുന്നത്. ദൈവത്തിൻ്റെ സൗഹൃദം,
ഇതെല്ലാം സോളമനിലൂടെ വിവരിക്കപ്പെട്ടത്. ഈശോ പറഞ്ഞു, ഇതാ ഇവിടെ സോളമനേക്കാൾ വലിയവൻ, ഇതാ ഇവിടെ. ഈശോയിലൂടെ നമുക്ക് നൽകിയിരിക്കുന്നു. ഈശോയിലൂടെ, പരിശുദ്ധാത്മാവിലൂടെ ഇത് നമുക്ക് ലഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. പക്ഷെ നമ്മളത് തുറന്നിട്ടില്ല. മുട്ടുവിൻ, തുറക്കപ്പെടും. ഏകയെങ്കിലും സകലതും അവൾക്ക് സാധ്യമാണ്. അങ്ങനെ സകലതും സാധ്യമാക്കുന്ന ജ്ഞാനമേ പരിശുദ്ധാത്മാവ് പ്രാർത്ഥിക്കുന്നു. എല്ലാവരും ഭാഷാവരത്തിൽ സ്തുതിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് സകലതും 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 സാധ്യമാക്കുന്ന ജ്ഞാനമേ. വിവേകത്തോടെ സംസാരിക്കാനും ദൈവദാനങ്ങൾക്കൊത്ത് ചിന്തിക്കുന്ന ജ്ഞാനമേ. മാറ്റത്തിന് അധീനരാകാതെ അവൾ സർവ്വതും നവീകരിക്കുന്നു, സർവ്വതും നവീകരിക്കുന്ന ജ്ഞാനമേ. കർത്താവേ, പരിശുദ്ധാത്മാവേ, പ്രാർത്ഥിക്കണമേ. എൻ്റെ അന്തരംഗങ്ങളിലേക്ക് ജ്ഞാനം പകരണമേ. സകലത്തെയും നവീകരിക്കുന്ന ജ്ഞാനം എൻ്റെ അന്തരംഗത്തിലേക്ക് പകരണമേ. നമുക്ക് വീണ്ടും എഴുന്നേറ്റ് നിന്നുകൊണ്ട് ശക്തിയോടെ ഒരിക്കൽ കൂടി പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവ് പ്രാർത്ഥിക്കുന്നു. സകലതും രൂപപ്പെടുത്തുന്ന ജ്ഞാനം, സകലതും അവൾക്ക് സാധ്യമാണ്. മാറ്റത്തിന് അധീനയാകാതെ അവൾ സർവ്വതും നവീകരിക്കുന്നു. ഓരോ തലമുറയിലുമുള്ള, ഇന്ന് ഈ തലമുറയിലുള്ള നമ്മുടെ വിശുദ്ധ ചേതനകളിൽ പ്രവേശിച്ച് അവർ ദൈവമിത്രങ്ങളും പ്രവാചകരുമാക്കുന്ന എല്ലാവരും ഭാഷാപരത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവ് പ്രാർത്ഥിക്കുന്നു. ഓ പരിശുദ്ധാത്മാവേ, ഞങ്ങൾക്കറിയില്ല എങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് ഞങ്ങൾക്കറിയില്ല. പരിശുദ്ധാത്മാവ് പ്രാർത്ഥിക്കണമേ. ഓ ഈശോയെ പ്രാർത്ഥിക്കണമേ. സകല വിശുദ്ധന്മാരെ പ്രാർത്ഥിക്കണമേ. ലംബിയ 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 ശലഹലബല. ഉച്ചത്തിൽ അതിരം തുറന്ന് ഭാഷാപരത്തിൽ പുതിയ ഭാഷകൾ ലഭിക്കുന്നു. ലംബി 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 ശലബല ഹലബല ഹലബല. ഏകയെങ്കിലും അവൾ സകലതും സാധ്യമാണ്. ഏകയെങ്കിലും സകലതും അവൾക്ക് സാധ്യമാണ്. ശലബല ഹലബല ഹലബല. കൈയടിച്ച് കൈയടിച്ച് ലംബിയലഹ. പരിശുദ്ധാത്മാവ് ശക്തിയോടെ, പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ ജ്ഞാനം പകരണേ. ഞങ്ങളിൽ സകലതും സകലതും സാധ്യമാക്കുന്ന ജ്ഞാനം, സകലതും രൂപപ്പെടുത്തുന്ന ജ്ഞാനം, സകലത്തെയും നവീകരിക്കുന്ന ജ്ഞാനം, സർവവും നവീകരിക്കുന്നു. ഞങ്ങളുടെ ആത്മാവിനെ, മനസ്സിനെ, ചിന്തകളെല്ലാം നവീകരിക്കുന്നു. മാത്രമല്ല ഞങ്ങളുടെ ശുശ്രൂഷകളെ നവീകരിക്കുന്നു. ഞങ്ങളുടെ ശുശ്രൂഷ മേഖലകളെ നവീകരിക്കുന്നു. ഞങ്ങളുടെ ഈ റിട്രീറ്റ് സെന്ററിനെ നവീകരിക്കുന്നു. ഇവിടെ പുതിയ ശുശ്രൂഷകൾ ഉണ്ടാകുന്നു. പുതിയ ചക്രവാളങ്ങൾ തുറക്കട്ടെ, പുതിയ ചക്രവാളങ്ങൾ തുറക്കട്ടെ. പുതിയ ശുശ്രൂഷകൾക്ക് രൂപം കൊടുക്കട്ടെ, പുതിയ ശുശ്രൂഷകൾക്ക് രൂപം ഉണ്ടാകട്ടെ. ലംബി ലംബി. പുതിയ ശുശ്രൂഷകരുണ്ടാകട്ടെ. ദൈവമിത്രങ്ങളായ ശുശ്രൂഷകരുണ്ടാകട്ടെ. ഞങ്ങളെ ദൈവമിത്രങ്ങളാക്കണമേ. ഞങ്ങളെല്ലാവരും ദൈവമിത്രങ്ങളാണ്. ദൈവദാനങ്ങൾക്കൊത്ത് ചിന്തിക്കുന്നവരാക്കി, വിവേകത്തോടെ സംസാരിക്കുന്നവരാക്കണമേ. ലംബി ലംബി. പുതിയ ശുശ്രൂഷകൾ, പുതിയ ശുശ്രൂഷകൾ. ശലഹലബല ഹലബല ഹലബല ശലബല ഹലബല 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 ഹലബല. റബ 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 റബ. ഭാഷാവരത്തിൽ, പുതിയ ഭാഷാവരത്തിൽ പുതിയ ഭാഷാവരങ്ങൾ ഉണ്ടാകട്ടെ. പുതിയ ശുശ്രൂഷകൾ ഉണ്ടാകട്ടെ, പുതിയ ശുശ്രൂഷകൾ ഉണ്ടാകട്ടെ. പുതിയ വരദാനങ്ങൾ തുറക്കട്ടെ.
വരദാനങ്ങൾ അഭിഷേകമാക്കട്ടെ. അത്ഭുത സിദ്ധികൾ. Heal the sick, raise the dead, cleanse the leper, cast out demons. മരിച്ചവരെ ഉയർപ്പിക്കുന്നവരാക്കണമേ. ലംബി ലംബി ചന്ദലബാ ലബ 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 ലബ. ചാടി ചാടി പ്രാർത്ഥിക്കാം, ചാടി ചാടി പ്രാർത്ഥിക്കാം, ചാടി ചാടി പ്രാർത്ഥിക്കാം. ലംബട 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 സലമല ബല 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 ബല. ഉയരട്ടെ 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 പൊങ്കട്ടെ. അല്ലമിയ ലമല അല്ലമിയ ലമല അല്ലമിയ ലമല അല്ലമിയ ലമല ചന്ദല ബല 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 ചന്ദ്ര ബല 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 ഹലബാ ശലബല ഹലബല ബല 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 ഹലബല ബല 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 ശലബല ബല 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 ശലബല ബല 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 ശലബല ബല 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 റബക്കിരി ഹീരിയല്ല ബലബാ ശലബല ബല 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 ബല. കൈകൊട്ടി കൈകൊട്ടി കൈ ഉയർത്തി ഉയർത്തി അടിച്ചുകൊണ്ട് കരങ്ങൾ ഉയർത്തിയടിച്ച് കൈകൊട്ടി തുള്ളിച്ചാടി പാടട്ടെ, തുള്ളിച്ചാടി പ്രാർത്ഥിക്കൂ. ചന്ദല ബല 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 ഹല്ലാ 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 ഹല്ല. ഭാഷാവരത്തിൽ പ്രാർത്ഥിക്കൂ. ഹല്ലാ 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 ഹല്ല. ദാഹിച്ചു പ്രാർത്ഥിക്കൂ. ദാഹിക്കൂ 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 ദാഹിക്കൂ. ജ്ഞാനത്തിനായി ദാഹിക്കൂ, ജ്ഞാനത്തിനായി ദാഹിക്കൂ. അത്ഭുത സിദ്ധികൾ തിന്നട്ടെ, അത്ഭുത സിദ്ധികൾ ഒഴുകട്ടെ, അത്ഭുത സിദ്ധികൾ നിറയട്ടെ, അത്ഭുത സിദ്ധികൾ നിറയട്ടെ. ദൈവജ്ഞാനം നിറയട്ടെ, ദൈവജ്ഞാനം നിറയട്ടെ, ദൈവജ്ഞാനം നിറയട്ടെ. ലംബ 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 ലംബട ലംബ ലംബ ലം ലംബട ലംബ ശലബല ബല 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 ശലബല ബല 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 ശലബല ബല ബല. ഓ ദൈവമേ, ഓ പരിശുദ്ധാത്മാവേ, ഓ പരിശുദ്ധാത്മാവേ. ശല ഹല ഹല. പരിശുദ്ധാത്മാവേ, ഓ പരിശുദ്ധാത്മാവേ. ശാന്തമാകും, ശാന്തമാകും. താങ്ക് യു. നന്ദിയോടെ താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്. പരിശുദ്ധാത്മാവ് ജ്ഞാനം നൽകുന്നു, ദൈവമിത്രങ്ങളാക്കിയിരിക്കുന്നു. താങ്ക് യു, താങ്ക് യു. ശാന്തമാകാം, ശാന്തമാകും. കർത്താവ് എപ്പോഴും അത്ഭുതങ്ങൾ നൽകുന്നത്, രോഗശാന്തികൾ നൽകുന്നത് അടയാളം ആയിട്ടാണ്. രോഗശാന്തി എല്ലാവർക്കും കൊടുത്ത് എല്ലാവരെയും നല്ല ആരോഗ്യത്തിൽ നടത്തുക എന്നുള്ളത് അല്ല വാസ്തവത്തിൽ. എല്ലാ രോഗശാന്തികളും കർത്താവിൻ്റെ അത്ഭുതകരമായ ശക്തിയുടെ പ്രവാഹം ദൃശ്യമായി മനസ്സിലാക്കുന്ന അടയാളങ്ങളാണ്. ഇപ്പോൾ നമ്മൾ ഈ പ്രാർത്ഥിച്ചതിൻ്റെ സ്ഥിരീകരണത്തിനായിട്ട് കർത്താവ് ചിലരെ സൗഖ്യപ്പെടുത്തിയിട്ടുണ്ട്, സൗഖ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. ഒരു കാലിന്
ശക്തമായ വേദനയോ തളർച്ചയോ ഉണ്ടായിരുന്ന ഒരാളെ കർത്താവ് സുഖപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു. ആൾ മുന്നോട്ട് വരികയാണെങ്കിൽ ഇപ്പോൾ പൂർണ്ണമായി സുഖപ്പെടും. കാലിന് തളർച്ച പോലെയോ അല്ലെങ്കിൽ ശക്തമായ വേദന, ഒരു വശം മുഴുവനും അരതൊട്ട് താഴെ വരെ ശക്തമായ വേദന ഉണ്ടായിരുന്നവരെങ്കിലും ഉണ്ടെങ്കിൽ മുന്നോട്ട് വരൂ. ഇപ്പോൾ കർത്താവ് ആ വ്യക്തിയെ പൂർണ്ണമായി സൗഖ്യപ്പെടുത്തും. മറ്റുള്ളവരിയ്ക്കാം. 2-3 പേര് വന്നു. ഒരാളെ വിളിച്ചപ്പോഴേക്കും 4 ആൾ വന്നു. ഇവിടെ വരൂ, ഇനി വരൂ, ഈ വശത്തേക്ക് വരൂ, ഈ വശത്തേക്ക് വരൂ. ഷൂ പൊട്ടി. അതെ, ഇപ്പോൾ പറഞ്ഞത് എൻ്റെ കാല് കുഴിനകം വന്നിട്ട് ഇന്നലെ ഇതിങ്ങനെ പൊട്ടി പഴുപ്പൊലിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അനക്കത്തില്ലായിരുന്നു. കാല് നനയുമ്പോഴൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഇപ്പം നോക്കിയപ്പോൾ ഒരു കുഴപ്പമില്ല. കൈയടിച്ച് കർത്താവിന് നന്ദി പറയാം. എന്തിനാണ് ഈ സൗഖ്യപ്പെടുത്തിയത്? ഈ കാലം എങ്ങനെ ഇരുന്ന് അയച്ചു പോലെ കുഴപ്പമുണ്ടായിരുന്നു. ഇനി നേരത്തെ സ്വർഗത്തിൽ പോകായിരുന്നില്ലേ? എന്തിനാണ് സൗഖ്യപ്പെടുത്തിയത്? ഇത് ഈ ദൈവത്തിൻ്റെ അത്ഭുത ശക്തി നമ്മൾ കണ്ടുകൊണ്ടിരിക്കെ നമ്മളിലേക്ക് പ്രസരിക്കുന്നു എന്ന് അനുഭവമാകാനും അത് പ്രഘോഷിക്കാനുമാണ്. എനിക്ക് ഇന്നലെ ഈ സമയത്തുള്ള ക്ലാസ്സിൽ സാധാരണഗതിയിൽ ഞാൻ ധ്യാനത്തിനൊക്കെ വന്നിരുന്ന എനിക്ക് നല്ലൊരു തീഷ്ണത കിട്ടാറുണ്ട്. അപ്പോൾ ഇന്നലെ വന്നിട്ട് ഞാൻ മുഴുവൻ സമയം ഇരുന്ന് ഉറങ്ങുമായിരുന്നു. അപ്പോൾ ഞാൻ ബ്രദറിൻ്റെ ധ്യാനം ഏകദേശം 25 വർഷം മുമ്പ് കൂടിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ യൂത്തായിരിക്കുന്ന സമയത്ത് ഞങ്ങൾ താമരശ്ശേരി രൂപതയിൽ ജീസസ് യൂത്തിന് വലിയൊരു ശക്തി പകർന്നു തന്നിട്ടാണ് ബ്രദർ 25 വർഷം മുമ്പ് അവിടുന്ന് പോകുന്നത്. അപ്പോൾ ഞങ്ങൾക്കൊരു വലിയൊരു പ്രചോദനമായിരുന്നു. പരിശുദ്ധാത്മാവിൻ്റെയൊക്കെ ഒത്തിരി ഗാനങ്ങൾ ഞങ്ങൾക്ക് കിട്ടി. ഞങ്ങളതൊരു മൂളിപ്പാട്ടായിട്ട് എപ്പോഴും ഇങ്ങനെ പാടി നടക്കുമായിരുന്നു. വലിയൊരു അഭിഷേകമായിരുന്നു ഞങ്ങൾക്കത്. അപ്പോൾ അങ്ങനെ ആ ഒരു അനുഭവം ഉള്ളതുകൊണ്ട് ഞാൻ ഒത്തിരി ആഗ്രഹത്തോടു കൂടി ബ്രദറിൻ്റെ ധ്യാനമാണ് ഇവിടെ വരുന്നതെന്ന് പറയുമ്പോഴത്തേന് ഇത് മിസ്സാക്കാതിരിക്കാൻ വേണ്ടിയിട്ട് എങ്ങനെയാലും ഇത് കൂടണം എന്നുള്ള ഒരു ആഗ്രഹത്തോടു കൂടി ഒക്കെയാണ് ഇവിടെ വന്നത്. അപ്പോൾ ആദ്യത്തെ ദിവസവും ഇന്നലെയും മുഴുവൻ സമയം ഞാനിരുന്ന് ഉറങ്ങുമായിരുന്നു. അവസാനത്തെ അതും എനിക്ക് പെട്ടെന്ന് ഞാൻ ഉറക്കത്തിൽ നിന്ന് ഇങ്ങനെ ഞെട്ടി എഴുന്നേറ്റ് ബ്രദർ പറഞ്ഞു, നിങ്ങൾ ഇത് ഇവാലുവേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. കൊറിന്തോസ് 1:13 നിങ്ങൾ ഇത് ഇവാലുവേറ്റ് ചെയ്ത് മാർക്ക് ഇടണമെന്ന് പറഞ്ഞു. അത് മാത്രമേ ഞാൻ കേട്ടുള്ളൂ. അപ്പോൾ ഞാൻ അടുത്തിരുന്നവരോട് ചോദിച്ചു. അത് വന്നിട്ട് പിന്നെ വേറെ സമയത്തിരുന്ന് അത് നോക്കി കണ്ടുപിടിച്ചിട്ട് എനിക്ക് ഇവാലുവേറ്റ് ചെയ്തു വലിയൊരു 0 എനിക്ക് കിട്ടി. അങ്ങനെ ഇരുന്ന് അതൊക്കെ കഴിഞ്ഞ് വെച്ചിട്ട് പിന്നെ എനിക്കൊരു അനുഭവം ആവുന്നില്ല. അപ്പോൾ എൻ്റെ മനസ്സിലിങ്ങനെ പറയുന്നുണ്ട്, ആ കുരിശിൻ്റെ വഴിയുടെ ഒന്ന് കയറി പോകാൻ പറഞ്ഞു. അപ്പോൾ എനിക്ക് സമയം കിട്ടിയില്ല. പിന്നെ കിട്ടിയ സമയത്ത് ഞാൻ ഓടിപ്പോയി, കുരിശിൻ്റെ വഴിയുടെ അടുത്തോടെ ഓടിപ്പോയി വന്ന് പിന്നെ എനിക്ക് നല്ലൊരു കൃപ അങ്ങോട്ട് കിട്ടി. പിന്നീടുള്ള ക്ലാസ്സുകളിലെല്ലാം വലിയൊരു അഭിഷേകം കിട്ടി. ഞാനിങ്ങനെ പ്രാർത്ഥിക്കുമായിരുന്നു, തമ്പുരാനെ എനിക്കല്ലേ തന്നെ നേരത്തെ തന്നെ ഇഷ്ടമായിരുന്നു, പെട്ടെന്ന് മരിക്കാൻ എനിക്ക് നല്ല ഇഷ്ടമായിരുന്നു. പെട്ടെന്ന് സ്വർഗത്തിൽ പോയാലും ഇല്ലെങ്കിലും പെട്ടെന്ന് മരിച്ച് പാവം കുറച്ച് ചെയ്യാനുള്ള പെട്ടെന്ന് മരിക്കുകയാണെങ്കിൽ കുറച്ച് പാവം ചെയ്താൽ മതിയല്ലോ, അതെനിക്ക് നല്ല ഇഷ്ടമായിരുന്നു. അപ്പം ഞാൻ അങ്ങനെ ആഗ്രഹിച്ചുകൊണ്ടിരുന്നു. അപ്പോഴാണ് ഇതാ പറഞ്ഞത്, വിവേകത്തോടെ സംസാരിക്കാനും ദൈവദാനങ്ങൾക്കൊത്ത് ചിന്തിക്കാനും. സ്വർഗത്തിൽ പോയാൽ ഇല്ലെങ്കിലെന്നോ? അല്ല, അങ്ങനെ ഒരു ബോധ്യം അങ്ങനെ ഉണ്ടായിരുന്നില്ല. അപ്പോഴാണ് ആ ബോധ്യം വന്നത്. ഓക്കെ, ദൈവം അനുഗ്രഹിക്കട്ടെ. ഓക്കെ, നിൽക്കും. എന്താ പേര്? സുനീഷ്. വയോ. എവിടെയാ വേദന? കാലുവേദന. എവിടെയായിരുന്നു? ഈ മുട്ട് ഉണ്ടായിരുന്നു. അവിടെ ഇരിക്കുമ്പോഴും ഉണ്ടായിരുന്നു വേദന. ഇപ്പം ഉണ്ടെന്ന് നോക്കിയ വേദന ഒത്തിരി കുറവുണ്ട്. ആര് കുറച്ചു? നമ്മളൊന്നും പ്രാർത്ഥിച്ചൊന്നുമില്ലല്ലോ. എന്തുകൊണ്ട് വേദന കുറഞ്ഞു? ഇപ്പോൾ പൂർണ്ണമായിട്ട് ഈ വേദന മാറുമെന്ന് വിശ്വസിക്കുന്നുവോ? വിശ്വസിക്കുന്നുവോ? ഒന്ന് നോക്കി ഈശോനെ. ഈശോയെ, നീ എൻ്റെ വേദന പൂർണ്ണമായിട്ട് മാറ്റുമെന്ന് ഞാൻ നിങ്ങൾ എത്ര പേര് വിശ്വസിക്കുന്നു? ഈ സഹോദരിയുടെ വേദന ഇപ്പോൾ പൂർണ്ണമായിട്ട് മാറുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുവോ? നന്ദി പറയുക. കർത്താവേ, ഞങ്ങൾ നന്ദി പറയുന്നു. ഈശോ പ്രാർത്ഥിക്കുന്നു. ലാസറിനെ ഉയർപ്പിച്ച ഈശോ ആണ് ഇവിടെ ഇരിക്കുന്നത്. ലാസർ ഉയർപ്പിക്കണം. എങ്ങനെയാണ് നടന്നത്? ലാസറിൻ്റെ ഒരു വിശ്വാസം ഉണ്ടായില്ല.
ആ മർത്ത എന്ന ഒരു പാവപ്പെട്ട പാപിനിയായ അവളോട് പറഞ്ഞു നീ വിശ്വസിക്കുമെങ്കിൽ, ഈശോ പറഞ്ഞു നീ മാർത്ത നീ വിശ്വസിക്കുമെങ്കിൽ നീ ദൈവമഹത്വം കാണും. കർത്താവേ, ഞങ്ങൾ ദൈവമഹത്വം കാണുന്നവരാണ്, ദൈവമഹത്വം കാണേണ്ടവരാണ്, ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ. പ്രൈസ് ദി ലോർഡ്. ഇപ്പം നോക്കിയേ, കാലൊന്ന് നോക്കിയേ, ഇപ്പോൾ വേദന ഉണ്ടാന്ന് നോക്കിയേ. കുറവുണ്ട്, വേദന ഒത്തിരി കുറവുണ്ട്. ഒന്നുകൂടി സൂക്ഷിച്ച് പ്രാർത്ഥിച്ചേ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, ഹല്ലേലൂയ ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഓക്കെ, അടുത്ത ആൾ. എവിടെയാ വേദന? കാല് മുഴുവനും നീരാണ്. ഓക്കെ. രാവിലെ ധ്യാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നല്ല ഒരു ശരീരം മുഴുവൻ നല്ല ഒരു ശക്തിയോടുകൂടി ചൈതന്യത്തോടുകൂടി പ്രാർത്ഥിക്കുവാൻ സാധിച്ചു. ചാടാൻ പറഞ്ഞപ്പോൾ ചാടാൻ പറ്റിയോ? ചാടാൻ പറ്റിയില്ല. ഇപ്പൊ ചാടണം തോന്നുന്നുണ്ടോ? ചാടണം തോന്നുന്നുണ്ട്. ഇപ്പോൾ വേദന കർത്താവ് എടുത്ത് മാറ്റുമോ? മാറ്റും. നമുക്ക് പരമുയർത്തി പ്രാർത്ഥിക്കാം. കർത്താവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ നന്ദി. ശലബല ഹലബല ഹലബല ഹലബല. പ്രാർത്ഥിച്ചോളൂ, കൈ തൊട്ട് പ്രാർത്ഥിച്ചോളൂ, കൈ വെച്ച് പ്രാർത്ഥിച്ചോളൂ. ശലബല ഹലബല. ഓ ഈശോയെ, ഞങ്ങൾ നന്ദി പറയുന്നു. അങ്ങയുടെ അത്ഭുത ശക്തിയുടെ പ്രവാഹം കണ്ട് ഞങ്ങൾ മഹത്വപ്പെടുത്തുന്നതിനായിട്ട്, അങ്ങയുടെ അത്ഭുത ശക്തിയുടെ പ്രവാഹം കണ്ട് ഞങ്ങൾ അങ്ങയെ മഹത്വപ്പെടുത്തുന്നതിനായിട്ട് ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ, ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ. താങ്ക് യു. അടുത്ത ആള് എന്താ ചേച്ചിക്ക്? അവിടെ ഇപ്പോഴും വേദനയുണ്ട്. അവിടെ ഒന്ന് കൈവച്ച്. പ്രൈസ് ദി ലോർഡ്. ഇപ്പോൾ സൗഖ്യപ്പെടുത്തുമെന്ന് വിശ്വസിക്കുന്നുവോ? വിശ്വസിക്കുന്നു. നിങ്ങൾ എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? നിങ്ങൾ ഈ കരമുയർത്തിയവർ വിശ്വസിക്കുമ്പോൾ ഈ അത്ഭുത ശക്തി നിങ്ങളിലേക്കും കൂടി ഒഴുകുകയാണെന്ന് മനസ്സിലാക്കണം. വിശ്വസിക്കുന്നവർ ശലബല ശലബല ശലബല. വിശ്വസിക്കുന്ന കർത്താവേ, അങ്ങയുടെ മഹത്വം ദർശിക്കുന്നതിനായിട്ട് നീ വിശ്വസിക്കുമെങ്കിൽ ദൈവമഹത്വം ദർശിക്കും. ഞങ്ങൾ വിശ്വസിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഒന്ന് നോക്കിയേ, ഇപ്പോ ഇല്ലേ? ഇപ്പൊ ഒന്ന് കുനിഞ്ഞു നോക്കിയേ. കുറഞ്ഞു. ഓക്കെ. സഹോദരി എവിടെ? ഈ നടുവിന് ഇവിടെ നേളിയ മുതൽ താഴെ വരെ വേദനയുണ്ട്. ഇപ്പോഴുണ്ടോ വേദന? കുറഞ്ഞിട്ടുണ്ട്. പൂർണ്ണമായിട്ട് ഇത് മാറുമെന്ന് വിശ്വസിക്കുന്നുവോ? ആര് മാറ്റും? യേശു എവിടെയുണ്ട്? ഉള്ളിലുണ്ട്, ഇല്ലേ? ആ യേശു ഇത് മാറ്റാൻ ശക്തമുള്ളവനാണോ? ആണോ? എന്തിനാണത് മാറ്റുന്നത്? ലോകം മുഴുവനും അറിയാനും ദൈവത്തെ മഹത്വപ്പെടുത്താനും വേണ്ടിയാണ്, ഇല്ലേ? നിങ്ങൾ എത്ര പേര് വിശ്വസിക്കുന്നു? എത്ര പേര് വിശ്വസിക്കുന്നു? ശല ഹലബല ഹല ഹലബല. പ്രാർത്ഥിക്കുക. ഹലബല ഹലബല ഹലബല. ചേച്ചി ഈ കാലിൽ കൈ അവിടെ കർത്താവേ, അങ്ങയുടെ മഹത്വം ഞങ്ങൾ ദർശിക്കും. അങ്ങയുടെ മഹത്വം ഞങ്ങൾ ദർശിക്കും. കർത്താവേ, അങ്ങയുടെ മഹത്വം ദർശിക്കാൻ വേണ്ടിയാണ് കർത്താവേ. അങ്ങയുടെ മഹത്വം കണ്ണുകൾ ദർശിക്കുന്നതിന് വേണ്ടി അങ്ങ് ഞങ്ങളെ അത്ഭുതങ്ങളിലൂടെ നടത്തുന്നത്. ഞങ്ങൾ വിശ്വസിക്കുന്നു. ഓക്കെ, ഒന്ന് കാല് പൊക്കി നോക്കിയേ. ക്ലിയർ ആയില്ലേ? പൂർണ്ണമായിട്ട് സൗഖ്യം. കൈയടിച്ച് കർത്താവിൽ നന്ദി പറയാം. ജയിൽ ജയിൽ ജയിൽ. എന്താണ്? എവിടെ വേദന? രണ്ട് കാലിൽ നീരായിരുന്നു. വലിഞ്ഞു ഉണ്ടോ? ഇച്ചിരിയുണ്ട്. ഓക്കെ, അതും വലിയും, ഇല്ലേ? വലിയോ ഇല്ലയോ? വലിയും വലിയ പൂർണ്ണമായിട്ട് പോകും. പ്രൈസ് ദി ലോർഡ്. വിശ്വസിക്കുമെങ്കിൽ ദൈവമഹത്വം ദർശിക്കും. അപ്പൊ എന്തിനാണ് ഈ അത്ഭുതങ്ങളും അടയാളങ്ങളും ഒക്കെ? ലാസർ മരിച്ചു,
ലാസറിനെ ഉയർപ്പിച്ചു. കുറച്ച് കഴിഞ്ഞപ്പോൾ ലാസർ വീണ്ടും മരിച്ചോ ഇല്ലയോ? അപ്പം എന്തിനാണ് ലാസറിനെ ഉയർപ്പിച്ചത്? വിശ്വാസം, നമ്മുടെ ജനത്തിൻ്റെ വിശ്വാസം വർദ്ധിപ്പിക്കാനാണ്. ഒരു സാധാരണ പെൺകുട്ടിയാണ് മാർത്ത. കർത്താവ് പ്രാർത്ഥിക്കണോ? മാർത്ത, ചീഞ്ഞ ലാസർ, ഈ 3 കാര്യം. മാർത്ത പറഞ്ഞു, ഇപ്പൊ ദുർഗന്ധം വമിക്കുന്നുണ്ടാവും. അപ്പോൾ ഈശോ പറയാണ്, നീ വിശ്വസിക്കുമെങ്കിൽ നിന്റെ ചീഞ്ഞ ദുർഗന്ധം വമിക്കുന്ന നിന്റെ സഹോദരൻ അന്ത്യദിനത്തിലുള്ള പുനരുത്ഥാനത്തിൻ്റെ മുന്നാസ്വാദനം ഇപ്പോൾ അവൻ ലഭിക്കും. അവൻ ഉയർക്കുമെന്ന് പറഞ്ഞപ്പോൾ മാർത്ത പറഞ്ഞു, അന്ത്യദിനത്തിൽ ഉയർക്കുമെന്ന് ഞങ്ങൾക്കറിയാം. അപ്പോഴാണ് ഈശോയുടെ അത്ഭുത പ്രഖ്യാപനം, ഞാനാകുന്നു പുനരുത്ഥാനവും ജീവനും. ഞാനാകുന്നു, ഞാനായിരിക്കും അന്ത്യദിനത്തിൽ ഉയർപ്പിക്കുന്നവൻ എന്നല്ല പറഞ്ഞത്. അന്ത്യദിനത്തിലുള്ള ആ ഉത്ഥാനം ഞാൻ ആകുന്നു. ഐ ആം എന്ന് പറഞ്ഞ എല്ലാവരും ഞാൻ ആകുന്നു. ഐ ആം പ്രസന്റ് ടെൻസിലാണ് പറയുന്നത്. പ്രസന്റ് ടെൻസിൽ ഐ ആം. ഇവിടെ ഇപ്പോൾ ഈ അൽത്താരയിൽ എഴുന്നള്ളിയിരിക്കുന്ന ആ ഈശോ ആ പുനരുത്ഥാനവും ജീവനുമാകുന്നുവോ? ഐ ആം. ഓ കർത്താവേ, ഞങ്ങൾ വിശ്വസിക്കുന്നു കർത്താവേ. മാർത്ത നീ വിശ്വസിച്ചാൽ മതി. അപ്പോൾ മാർത്ത ചോദിക്കുകയാണെന്ന് വിചാരിച്ചു, അപ്പോൾ ഞാൻ ഒന്നും ചെയ്യണ്ടേ? ഒന്നും ചെയ്യണ്ട, നീ വിശ്വസിച്ചാൽ മതി. നിന്റെ വിശ്വാസത്തിലൂടെ എൻ്റെ ശക്തി ഒഴുകി നിന്റെ സഹോദരൻ്റെ ചീഞ്ഞ ശരീരം ഉയർക്കും. അതായത് അവൻ്റെ ശരീരത്തിലേക്ക് അവൻ്റെ ആത്മാവ് കടന്നു വന്ന് അവൻ്റെ രക്തധമനികൾ പുതിയതാകും, അവനിൽ പുതിയ രക്തമുണ്ടാകും, അവൻ്റെ ഹൃദയം പുതിയതാകും, അവനൊരു പുതിയ സൃഷ്ടിയായി മാറും. കർത്താവേ, ഞങ്ങളെല്ലാവരിലും ഈ മഹത്വം ശക്തി തരണേ. ഈ മഹത്വത്തിന്റെ ശക്തി, മരിച്ചവരെ ഉയർപ്പിക്കുന്ന ശക്തി, മരിച്ചവരെ ഉയർപ്പിക്കുന്ന ശക്തി. എഴുന്നേറ്റ് നിന്നുകൊണ്ട് സ്തുതിക്കാം, തുള്ളിച്ചാടി സ്തുതിക്കാം. മഹത്വം ഞങ്ങൾ ദർശിക്കും, ഞങ്ങൾ മഹത്വം ദർശിക്കും, ഞങ്ങൾ മഹത്വം ദർശിക്കും, ഞങ്ങൾ മഹത്വം ദർശിക്കും, ഞങ്ങൾ മഹത്വം ദർശിക്കും. മഹത്വം ദർശിക്കുന്നവരാകും. നീ വിശ്വസിക്കുമെങ്കിൽ മഹത്വം ദർശിക്കും. കൈയടിച്ച് കർത്താവിനെ സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, നന്ദി കർത്താവേ. പ്രൈസ് ദ ലോർഡ്. പോകാം. കർത്താവേ നന്ദി. ഒരു ചേട്ടൻ, ഒരു മിനിറ്റ്. ചേട്ടൻ എവിടെയാ? വേദന എവിടെയാ? ഇപ്പം ഉണ്ടോ വേദന? മാറി. പ്രൈസ് ദ ലോർഡ്. കണ്ടോ, സംഭവം കഴിഞ്ഞു. ഇത് തുള്ളിച്ചാടി വന്ന് കത്തി. പ്രൈസ് ദ ലോർഡ്. നിന്റെ മഹത്വം ഞങ്ങൾ ദർശിക്കും. പ്രൈസ് ദ ലോർഡ്. കർത്താവേ, മകനെ അനുഗ്രഹിക്കണേ. അങ്ങയുടെ മഹത്വത്തിൻ്റെ സാക്ഷികളാണ് നമ്മളെല്ലാവരും. നമ്മുടെ പ്രാർത്ഥന ഒരു രോഗശാന്തിക്ക് വേണ്ടിയല്ല, ദൈവത്തിൻ്റെ മഹത്വം ലോകത്തിൽ ദർശിക്കാൻ വേണ്ടിയാണ്. അങ്ങയുടെ ഉത്ഥാനമാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. മരിച്ചവരെ ഉയർപ്പിക്കുന്നവരാക്കി മാറ്റണമേ. പോയിക്കോളൂ. നമുക്ക് മുട്ടുകുത്തി കർത്താവിൻ്റെ ആശീർവാദത്തിനായിട്ട് ഒരുങ്ങാം. മുട്ടുകുത്തുമ്പോൾ പൂർണ്ണമായിട്ട് പല പ്രാവശ്യം വരുന്ന ആശയമാണ്, ഈശോ 100% നമുക്ക് തന്നിരിക്കുന്നു.
നമ്മൾ 100% കൊടുക്കുന്നുണ്ടോ? മർത്ത പറഞ്ഞു, ഞാൻ വിശ്വസിച്ചാൽ മാത്രം മതിയോ? അതെ, പക്ഷെ 100% നീ വിശ്വസിക്കൂ. ഞാൻ ആരാണെന്നാണ് നീ വിശ്വസിക്കേണ്ടത്. ഞാൻ രോഗശാന്തിയൊക്കെ ചെയ്യുന്ന ആളാണ്. മർത്ത വിചാരിച്ചു, നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കില്ലായിരുന്നു. അപ്പോഴാണ് ഈശോ പറഞ്ഞത്, നിന്റെ സഹോദരൻ മരിച്ചാലും ഉയർക്കും. അന്ത്യദിനത്തിലല്ലേ? അല്ല, ഇപ്പോൾ ഞാനാകുന്നു പുനരുത്ഥാനം. സർവാധിപനാം കർത്താവേ, നിന്നെ വണങ്ങി നമിക്കുന്നു. ഈശോനാഥ വിനയമോടെ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. മർത്യനു നിത്യമഹോന്നതമാം ഉത്ഥാനം നീ അരുളുന്നു. ഇപ്പോൾ മർത്യനു നിത്യമഹോന്നതമാം ഉത്ഥാനം നീ അരുളുന്നു. അക്ഷയമവനുടെ ആത്മാവിൻ ഉത്തമരക്ഷയുമേകുന്നു. പൂർണ്ണബോധ്യത്തോടുകൂടി ആ സർവാധിപ ശക്തിയാണ് നമ്മുടെ ജീവിതത്തെ മരിച്ചാലും ഉയർപ്പിക്കുകയും മരിച്ച് ചീയുന്ന നമ്മുടെ ശരീരം അന്ത്യദിനത്തിൽ ഉയർപ്പിച്ച് നമ്മുടെ ആത്മാവിനോട് ചേർക്കും. കർത്താവേ, അങ്ങ് സത്യമായി ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യം പരിപാലിക്കുന്നവനുമാണ്. ആ ബോധ്യത്തോടുകൂടി ഒരിക്കൽ കൂടി നമുക്ക് എല്ലാവരും അധരം തുറന്ന് കർത്താവിനെ ആരാധിച്ചുകൊണ്ട് പാടാം. സർവാധിപനാം കർത്താവേ, നിന്നെ വണങ്ങി നമിക്കുന്നു. ഈശോനാഥ വിനയമോടെ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. മർത്യനു നിത്യമഹോന്നതമാം ഉത്ഥാനം നീ അരുളുന്നു. മർത്യനു നിത്യമഹോന്നതമാം ഉത്ഥാനം നീ അരുളുന്നു. അക്ഷയമവനുടെ ആത്മാവിൻ ഉത്തമരക്ഷയുമേകുന്നു. അക്ഷയമവനുടെ ആത്മാവിൻ ഉത്തമരക്ഷയുമേകുന്നു. ഈശോയെ ഉയർത്തി ആശീർവദിക്കുമ്പോൾ നമ്മളെല്ലാവരും കരങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പരിപാവനനാം കർത്താവേ എന്നുള്ളത് പാടണം. പരിപാവനനാം സർവേശാ, പരിപാവനനാം ബലവാനേ, പരിപാവനനാം അമർത്യനേ, നിൻ കൃപ ഞങ്ങൾ കേകണമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യീശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യീശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.